കഴിഞ്ഞ ദിവസം രാത്രി നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നല്ല ഇരുട്ട് മൂടിയൊരു കാലാവസ്ഥയാണ് കേട്ടോ. ആകാശമൊക്കെ നല്ല ഇരുണ്ടാണ് നിൽക്കുന്നത്. നല്ല മടി പിടിച്ചിരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. മഴ, ജോൺസൺ മാഷ്, ചായ, അങ്ങനെ ഒരു കോമ്പിനേഷൻ പറയില്ലേ, അതേപോലെ നല്ല ചൂടുള്ള ഒരു കോഫി, ഒരു നോവൽ. ഏത് മൂഡ്? വായന മൂഡ്. പക്ഷേ ഇന്ന് ചെയ്തു തീർക്കാനുള്ള ടാസ്കുകൾ ആലോചിച്ചപ്പോൾ വായിക്കാനുള്ള മൂടൊക്കെ എലിയോ പോയിട്ടോ. പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല, നേരെ അടുക്കളയ്ക്ക് പോയി. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഹാഫ് KGൻ്റെ 2 കേക്കുകളാണ് കേട്ടോ. അതിലൊന്ന് ഇന്ന് കൊടുക്കാനുള്ളതാണ്, ഒന്ന് നാളെ കൊടുക്കാനുള്ളതാണ്. ഈ 2 കേക്കും ഓർഡർ അല്ല കേട്ടോ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രണ്ടാൾക്കാർക്ക് കൊടുക്കണ സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോണ കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ കേക്ക് തന്നെ ആവണമെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കുഞ്ഞതാണെങ്കിലും ഒരു വലിയ സംഭവമാണെങ്കിലും എന്താണെങ്കിലും ഈ ഞാനായിട്ട് ഏൺ ചെയ്യുന്ന ഒരു പൈസ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു സന്തോഷമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ അങ്ങനെ ബേക്കിങ്ങിൻ്റെതായിട്ടുള്ള ഒരുപാട് ടൂൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ ഞാൻ യൂസ് ചെയ്യണത് മെഷറിംഗ് കപ്സും പിന്നെ ബീറ്ററും മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. കാരണം ഞാൻ ബേക്കിംഗ് അത്രത്തോളം സീരിയസ് ആയിട്ട് ചെയ്യണില്ല. കിട്ടണ ഓർഡറുകൾ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഇപ്പം ഞാൻ ഒരു വീക്കിൽ 1-2 വർക്കൊക്കെ ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനായിട്ട് അത്രയും സാധനങ്ങൾ എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം സ്റ്റാൻഡിങ് ബീറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാത്തത്. ഞാൻ ഓവന് യൂസ് ചെയ്യണില്ല, വീട്ടിലുള്ള പഴയ 2 പാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യണത്. ഇപ്പം നമ്മൾ കേക്കിനായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 2 പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ ബേക്കിംഗ് സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബേക്കിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞത്. ഇത് പഴയ 2 ബിരിയാണി പോട്ടുകളാണ് കേട്ടോ. ഇതിൽ നല്ലവണ്ണം ആവിയൊക്കെ നിൽക്കും, നല്ല അടപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്താണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യൽ. അങ്ങനെ ഒരു 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം കേക്ക് ബേക്കായി കിട്ടിയിട്ടോ. കേക്ക് രണ്ടും ഏകദേശം ചൂടാറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ചെയ്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചിലാണ്. അപ്പോൾ നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യാൻ പോണത് ഒരു ഫെയറി പ്രിൻസസ് തീമിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൽ ചെറുതായിട്ടൊരു പിങ്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്യണുള്ളൂ. ഞാൻ ഈ കേക്ക് സർപ്രൈസ് ചെയ്യാൻ പോണത് എൻ്റെ വലിയ താത്താൻ്റെ മോളുടെ മോൾക്കാണ് കേട്ടോ. ആൾ ഒരു 10-11 വയസ്സുള്ള കുട്ടിയാണ്, ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇവളെ അമ്മ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ക്ലിപ്സും പിന്നെ ഇപ്പോഴത്തെ മോഡൽ പിൻട്രസ്റ്റി ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പർ, ഒരു കുഞ്ഞു ഹാമ്പറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആളെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഹാമ്പറാണ്, പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഒരു ബൊക്കയാണ് കേട്ടോ. അപ്പോൾ ഹാമ്പറിനെക്കാട്ടും കൂടുതൽ ഒന്നും കൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക ബൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഹാമ്പറിലാവുമ്പോൾ കുറച്ച് സാധനങ്ങളെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ, ചെറിയ ഹാമ്പർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ബൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഇവളെ ഫോട്ടോസൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് ഞാനൊരു 10 ഫോട്ടോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞാനത് ലാസ്റ്റ് കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് മാത്രമേ സെറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കേൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആളുടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ ഞാൻ. ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നതിൻ്റെ കട്ടിങ് മെഷീനാണ്. സംഭവം നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് കാണാൻ വലിയ മെനൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇത് യൂസ് ചെയ്ത് തന്നെയാണ് എല്ലാ വർക്കും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത ഫോട്ടോസ്. ആളുടെ കുഞ്ഞിൽ മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു 10 ഫോട്ടോസാണ് കേട്ടോ ഇതിലുള്ളത്.
ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ്. എന്ത് ചെയ്താലും ഇഷ്ടം പോലെ ക്ലീൻ ചെയ്യാനുണ്ടാവും കേട്ടോ. പേപ്പർ വേസ്റ്റ് ആയിട്ടും എല്ലാം കൊണ്ടും ഒരുപാടുണ്ടാവും ക്ലീൻ ചെയ്യാൻ. ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ബൊക്കെ സെറ്റ് ചെയ്യാൻ പോണത്. ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇനി ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഈ ഒരു ബാംബൂ സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നമുക്ക് സാധാ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ സെല്ലോ ടേപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഉറപ്പുണ്ടാവില്ല, ചിലതൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഗ്ലൂ ഗണ്ണ് എൻ്റെ ഈ ഒരു ടേബിൾ സ്പേസിൽ ഇവിടെ പ്ലഗ് ഇല്ല. അപ്പോൾ ഞാനിത് ഹാളിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ചെയ്യണത്. ബൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3/4 ഇഞ്ച് കനത്തിലുള്ള തെർമോക്കോളിൻ്റെ പീസ് ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ നീളത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 പീസിനെ ഒട്ടിച്ച് വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അതിന് ശേഷം നമ്മൾ ആദ്യം ഈ സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോസിനെ ആദ്യം ഈ ഒരു തെർമോക്കോളിലേക്ക് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ആ 10 ഫോട്ടോസും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെയിൻ ഐറ്റംസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഞാൻ വെക്കണത് ഒരു ഡോംസിൻ്റെ ഗ്ലിറ്റർ കളേഴ്സാണ് കേട്ടോ. അത് 3 കളേഴ്സാണുള്ളത്. പിന്നെ രണ്ടാമത് വെക്കണത് ഒരു കുഞ്ഞു ഡയറിയാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ബുക്കുകൾ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇത് സ്റ്റേഷനറി ഷോപ്പുകളിൽ കണ്ടാൽ വാങ്ങിക്കണ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡയറി വെച്ചു. പിന്നെ അടുത്തത് ഒരു ഹെയർ ആക്സസറി ആണ് കേട്ടോ. ഒരു ലബൂബുൻ്റെ ഫോട്ടോ ഒക്കെ വരുന്ന ഒരു കാർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു 10 ക്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ കുഞ്ഞു ക്ലിപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വാഷി ടേപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് 2 ക്രാബ്സ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന 2 അത് ഒന്ന് ചെറുതാണ്, ഒന്ന് അതിൻ്റെ കുറച്ചും കൂടി വലുതാണ്. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഡോംസിൻ്റെ കുറച്ച് പെൻസിൽ കളേഴ്സാണ് കേട്ടോ. അത് ഇതിൻ്റെ കവറിൻ്റെ ഒരു ഭംഗി കണ്ടുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ. ഒരു റോക്കറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് ഇത് എവിടെയും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എവിടേക്കോ സ്ഥലം ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് യൂണിക്കോൺ തീമിൽ വരുന്ന ഈ ഒരു പേനയാണ് കേട്ടോ. ഇതിൽ 5 കളേഴ്സിലുള്ള മഷിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ചിട്ടും അങ്ങോട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യം സ്റ്റിക്ക് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇതിനൊരു സ്പേസ് കിട്ടിയത് കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു കവായി സ്റ്റിക്കറിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് അവർക്ക് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റണ ഗ്ലൂവും അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട്. ഇതൊരു ഷീറ്റാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇതിൽ വെക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് അതിനെ റോളാക്കിയതാണ്. ഇത് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഉള്ള, അതായത് ഈ ജേർണലിങ്ങിനും സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യാനൊക്കെ യൂസ് ചെയ്യണേ ഫ്ലവേഴ്സിൻ്റെയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അല്ല കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സിൻ്റെ തന്നെ കുറച്ച് എടുത്തിട്ടുള്ള കളക്ഷൻസാണ്. അത് ഞാനൊരു പാക്കറ്റിലാക്കിയിട്ട് റെഡിയാക്കിയതാണ്. ഇപ്പോൾ ഈ ഒരു ബൊക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് പുറത്തായിട്ട് ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റേഷനറി ഷോപ്പിലും ഫാൻസികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഐറ്റംസിൻ്റെ സെലക്ഷൻ കണ്ടിട്ട് നമുക്ക് കണ്ണ് തള്ളിപ്പോകും കേട്ടോ. കാരണം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത്, അതായത് ഒരു LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള, അതായത് നമ്മൾ കണ്ടാൽ തന്നെ ഒരു അത്ഭുതം തോന്നണ അങ്ങനത്തെ ഓരോ പേനയും പിന്നെ കളേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിരുന്നത് നമ്മളെ കൂടെ പഠിച്ചിരുന്ന ഈ ഗൾഫിലൊക്കെ പാരൻസില്ല കുട്ടികളുണ്ടാവും. ഓരൊക്കെ കയ്യിൽ മാത്രമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അന്ന് മുതലേ ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും തൊട്ട് വെക്കാനെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ. പക്ഷേ ആ സങ്കടം തീർക്കാൻ ഞാനിപ്പോൾ ഒരുവിധം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും അതിനെക്കൊണ്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അന്നത്തെ ഓരോ ആഗ്രഹങ്ങളാണല്ലോ. വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ഇപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല. ഒക്കെ 100ന് താഴെ പ്രൈസ് വരുന്ന ഐറ്റംസാണ്. 10, 20, 40, 45 ഇതൊക്കെയാണ് ഓരോന്നിൻ്റെയും പ്രൈസ്. കാണുമ്പോൾ നമുക്കൊന്നും ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന്. പക്ഷേ ചോദിച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെ പിൻട്രസ്റ്റ് ബൊക്കേൻ്റെ വർക്കൊക്കെ ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മളെ കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് പോകാം കേട്ടോ. ഇതിന് ഈ ഒരു ഫെയറി ടെയിൽ പ്രിൻസസ് ഒക്കെ തീമിലാണ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ഫെയറി പ്രിൻസസിൻ്റെ കൊട്ടാരവും ഒരു പ്രിൻസസും പിന്നെ കുറേ ബട്ടർഫ്ലൈസും പിന്നെ ഒരു കുറച്ച് ക്ലൗഡ്സും അങ്ങനെ മൊത്തത്തിൽ ഒരു പിങ്ക് മയമാണ് കേട്ടോ നമ്മളെ കേക്ക്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു 10-11 വയസ്സുള്ള ഗേൾസിനൊക്കെ ഈ ഒരു തീം ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ കേക്കിൻ്റെ വർക്കും കൂടി ഫിനിഷ് ആയതിന് ശേഷം കേക്കിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. രണ്ടും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ഡെലിവറി ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു 6 മണിക്കൊക്കെ ശേഷം ഡെലിവറി ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 6:15 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ രണ്ടാളും വീട് തമ്മിൽ വലിയ ദൂരമില്ല. ഞാൻ ഒരു അങ്ങാടിൻ്റെ ഇങ്ങേ അറ്റത്തും ഓളെ വീട് അങ്ങാടിൻ്റെ അങ്ങേ അറ്റത്തുമാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ എത്താവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെന്നിട്ട് നമ്മളെ ഗിഫ്റ്റൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ, നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് അനിയത്തിക്കുട്ടീൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഭയങ്കര ഒരു വിഷയമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്നു. ആൾ ഞങ്ങൾക്ക് ചായയും ബൺമസ്കൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ സ്പെഷ്യലായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബൺമസ്ക ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇവരെ ടേബിൾ ടോപ്പ് ശ്രദ്ധിച്ചത്. ഒരു പ്രത്യേക കളർ കണ്ടു. അപ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് ആ ബൊക്കയും കേക്കൊക്കെ ഒന്ന് വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ തോന്നി. അപ്പോൾ അവിടെ വെച്ചിട്ടും വീഡിയോ കുറേ എടുത്തു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.